ജനപ്രതിനിധിയായി ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നിട്ട് വർഗവഞ്ചകയായി ആ പാർട്ടി മാറിപ്പോയോന്ന്. പക്ഷേ ഓർക്കണം, എനിക്ക് നിങ്ങളോടൊക്കെ അങ്ങേയറ്റ സ്നേഹം. എത്ര നിങ്ങൾ വിമർശിച്ചാലും എന്നെ കൂടുതൽ ശക്തയാക്കുകയുള്ളൂ. വളരെ മ്ലേച്ഛമായ ഭാഷയിലൂടെ ഇനി വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം കാര്യങ്ങൾ വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അതിനെ ഒട്ടും ഭയക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആക്ച്വലി ഞാൻ അങ്ങനെ വലിയ രാഷ്ട്രീയക്കാരനല്ലായിരുന്നു. 2000 മുതലാണ് ഫുൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതിന് ഇടയ്ക്കാണ് ഇങ്ങനെ വനിതന്റെ അച്ഛനൊക്കെ പാർട്ടിയിലുണ്ടായിരുന്നു. ആ കാലമല്ല ഇന്ന് പാർട്ടിയിലുള്ളതെന്നുള്ളത് സത്യമാണ്. ഞാനും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ സമയത്തെ പോലെ അല്ല. ആ വഴിയൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ തുറന്നു പറയണേ, എന്റെ പ്രിയപ്പെട്ട സഖാക്കൾക്കൊക്കെ ചിലപ്പോൾ എന്നോട് ദേഷ്യം വരും. എനിക്ക് അവരെല്ലാം വലിയ ഇഷ്ടമാണ്. എൻ്റെ നാട്ടിലുള്ള സഖാക്കൾ പ്രവർത്തകരുമൊക്കെ കുറച്ച് ഡിസിഷൻ മേക്കേഴ്സ് മാത്രമാണ് മൊത്തത്തിലെ പ്രയാസമാക്കി നിങ്ങൾ അന്വേഷിച്ചുകൊള്ളുക. എന്തായാലും വിമർശനങ്ങളെ ഞാൻ കൂടുതൽ സന്തോഷത്തോടെ കേൾക്കുകയാണ്. വിമർശനങ്ങളാണ് മനുഷ്യരെ ഇത്രത്തോളം എത്തിക്കുക. ഒരു മനുഷ്യനോട് പോലും മിണ്ടാനൊരു ധൈര്യം ഉണ്ടായിരുന്ന ആളെ ഒരു കാലത്ത് വക്കീലായിട്ട് വരുമ്പോൾ പോലും എനിക്കിങ്ങനെ പ്രസംഗിക്കാനൊന്നും അവരുടെ ഈ നാടും ഞാൻ ആദ്യം ഉണ്ടായിരുന്ന പ്രസ്ഥാനവും എന്നെ ഒത്തിരി സഹായിച്ചു. പക്ഷേ അത് നല്ല വിഷമവും എനിക്ക് തന്നു. ഞാൻ എന്താന്ന് പറയാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ആരെ കുറ്റം പറയുന്നത്, യോഗക്കാരെ കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. നാട് മുഴുവൻ കാണും, നാടെല്ലാം കണ്ടോട്ടെ. ഇങ്ങനെയാണോ ഐഷാപ്പല്ലിയിൽ ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഇത്രയും ആക്കിയത് ഈ നാടാണ്, നാട്ടിലെ പ്രവർത്തനമാണ്, എൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തനമാണ് എന്നെ ഇത്രത്തോളം ആക്കിയത്. മനുഷ്യൻ ശ്രമയ്ക്ക് നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദ്യം വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇന്നല്ലാതെ ഇനി എന്നോട് ഒന്നും ചോദിക്കാൻ ഞാൻ എല്ലാവരോടുമായിട്ട് പറയാം. കഴിഞ്ഞ ജൂലൈ മാസം 18-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും വന്ന് എന്താണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനത്തിലേക്ക് എന്നെ അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാർ വിളിച്ചത്. അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. നായനാർ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിന് വിളിച്ചാലും എല്ലാ പാർട്ടിയും പോകത്തില്ലേ, അതേപോലെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ട്. എനിക്കൊരു അനുഭവമുണ്ട്. 3 തവണ എംഎൽ എന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം പല കാര്യങ്ങളിലും അവിടുത്തെ സ്ട്രീറ്റ് പാർക്കിന്റെ ഉൾപ്പെടെ അങ്ങനെ ഓരോ പല കാര്യങ്ങൾക്കും അവിടെ ചെല്ലുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ മുമ്പിലുണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാലെങ്കിലും പോയി പറഞ്ഞാൽ ഒത്തിരി വളർന്നു പറഞ്ഞു. ഞാനത്ര വലിയ ആളൊന്നും അല്ലെങ്കിലും ഉടനെ എനിക്ക് ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞ ഒരു അനുഭവം എനിക്കുണ്ട്. ഇതിനെ പൊന്നെ നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ഏത് രാഷ്ട്രീയത്തിലും ഏത് മനുഷ്യരായാലും ഏത് ലീഡറായാലും എത്ര വലിയ മന്ത്രിയായാലും അതിനു വേണ്ടിയുള്ള ആളായാലും മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറുന്നതിന് നഷ്ടമുണ്ടോ? സത്യസന്ധമായിട്ട് ഇടപെടുന്നതിന് നഷ്ടമുണ്ടോ? ഒന്നും കിട്ടാനല്ല ഇതിലൊന്നും വരുന്ന അധികാരമൂക്കിയല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അധികാരമൂക്കിയല്ല എങ്കിൽ എനിക്ക് കഴിഞ്ഞ തവണ തന്നെ എന്നോട് എന്തെല്ലാം ആൾക്കാരൊന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്തില്ല ഇവിടെ. പക്ഷെ ഇന്നും ഞാൻ സൗമ്യമായിട്ട് എനിക്ക് ആരെയും കുറ്റപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമല്ലേ വളർത്തിയ വർഗവഞ്ചകയിൽ തുടങ്ങി എനിക്ക് വലിയ ഭാഷ വശമില്ല, മാതിരി മികച്ച ഭാഷകളൊന്നും. അതൊക്കെ വരും. നിങ്ങൾ ഓർത്തോളുക, ഞാൻ അങ്ങനെ ഒരാളല്ല. മനുഷ്യരോടൊപ്പം ഇന്ന് നിൽക്കുന്ന ആളാണ്. ഒരു പ്രസ്ഥാനവും മാത്രമല്ല. ഇപ്പൊ ഈ ഭാഗമായി വന്നു ഒരു പഴയ കാലം മുതലുള്ള ഒരു തറവാടല്ലേ കോൺഗ്രസ് പ്രസ്ഥാനം. എല്ലാ പാർട്ടിയോടും എനിക്ക് ഇഷ്ടമാണ്, എല്ലാ മനുഷ്യരോടും ഇഷ്ടമാണ്. ഞങ്ങളുടെ സഖാക്കൾ പ്രവർത്തകരോടൊക്കെ അങ്ങേറ്റം ജീവനാണ്. നല്ല വിഷമം ചിലപ്പോൾ അവർക്ക് വരും, സാരമില്ല. ഈ ഐഷാപ്പൂറ്റി എന്നും ഐഷാപ്പൂറ്റിയായിരിക്കും, ഇതുപോലെ ആയിരിക്കും. ഒരു രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ മനുഷ്യനോടൊപ്പം പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും ഒരു എളിയ പ്രവർത്തകയായിട്ട് ജീവനുള്ള കാലത്തും മനുഷ്യനോടൊപ്പം കാണും, എല്ലാവരോടും ഒപ്പം കാണും. ഞാനിപ്പോൾ MLA ആയിട്ടൊക്കെ ഇത്രയും നാളിരുന്നാൽ എനിക്കൊരു PR വർക്കും ഉണ്ടായിരുന്നില്ല. നിങ്ങളെപ്പോലുള്ള കുറേ പത്രക്കാരെല്ലാം അവിടെയുണ്ട്. അവരാണ് ഞങ്ങൾക്ക് കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ മനുഷ്യരിലേക്ക് എത്തിക്കുന്നത്. ഇതായിട്ട് ചെയ്യാനൊന്നുമുള്ള ഒരു കാര്യങ്ങളുമില്ല. മനുഷ്യരാണ് കണ്ടിട്ടുള്ളത്. ഇതൊരു സത്യമായ കാര്യമാണ്. ആർക്കും ദേഷ്യം തോന്നണ്ട. എന്തുകൊണ്ട് ഇത്രയും നാൾ നിന്നിട്ട് ഈ സമയത്ത് ഇങ്ങോട്ട് പോയി എല്ലാ ആനുകൂല്യങ്ങളും ഒക്കെ പറയും. ഞാൻ നല്ല ഇൻകം പറയുന്ന വക്കീലാണ്. ഇഷ്ടംപോലെ നിങ്ങൾക്ക് പരിശോധിക്കാം. അതെല്ലാം സഫർ ചെയ്തിട്ട് എൻ്റെ സ്വകാര്യമായിട്ടുള്ള സന്തോഷങ്ങൾ കുടുംബമായിട്ടുള്ളത് പോലും പലതും സഫർ ചെയ്തേ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇത്രയും വർഷം പോയി. ഇപ്പൊ നിങ്ങളെല്ലാം കഴിഞ്ഞ തവണ എന്നോട് ചോദിച്ചപ്പോൾ കോൺഗ്രസിലേക്ക് പോകാനോ സത്യത്തിൽ ഒരു ഡിസിഷൻ എടുത്തില്ല. എങ്ങും പോകുന്ന കാര്യം ഞാൻ എൻ്റെ ഓഫീസുമായിട്ട് പോകണമെന്നേ വിചാരിച്ചുള്ളൂ. പക്ഷേ ഒരുപാട് മനുഷ്യരുടെ
നിരന്തരം ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവര് വരെ അഴിഷ്ടപ്പൂട്ടി ഇങ്ങനെ വക്കീലാഫീസിലേക്ക് ഒതുങ്ങരുത്. നിങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ചെയ്യുന്ന കാണിച്ചു തരാനായിരിക്കും. കേൾക്കുമ്പോൾ ഓരോരുത്തരെ ദേഷ്യമുള്ളവര് പറയാ അതൊന്നും എനിക്ക് പ്രശ്നമല്ലല്ലേ, ഞാൻ ഇങ്ങനെ തന്നെ നടക്കും. ഉറപ്പാണ് എല്ലാവരും, എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരോടും എല്ലാ ജാതി മതസ്ഥരോടും ജീവനുള്ളിടത്തോളം ഇങ്ങനെയായിരിക്കും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഇത്രയും സ്നേഹത്തോടെ സ്വീകരിച്ച അത് പിന്നെയും പറയായിരിക്കും, സ്വീകരിക്കാനൊക്കെ ആളുകളാണ്, പിന്നെ ആരും കാണത്തില്ലെന്ന്. ആരുമില്ലെങ്കിലും എനിക്കൊന്നുമില്ല, ഞാനിപ്പോഴും ഇങ്ങനെ പോകുമല്ലോ, അത്രയേ ഉള്ളൂ. ഞാൻ ഒന്നും വിട്ടു പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ആരെയും കുറ്റം പറയുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒന്നും പറയുന്നില്ല. പക്ഷേ എന്നെ കേൾക്കുന്ന ജനപ്രതിനിധികളും മറ്റുള്ളവരും ഉണ്ടെങ്കിൽ അവർ ജനപ്രതിനിധികളായി ഇരുന്നിട്ട് മാറി മാറി വരുമ്പോഴും പോകുന്ന ആളെ മറന്നു കളയുന്ന ഒരൊറ്റ അഡ്വൈസ് മാത്രമേ എനിക്ക് എല്ലാവരോടും ഉണ്ട്. അങ്ങനെ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എല്ലാവരെയും എനിക്ക് മുമ്പുള്ളവരെ മറന്നാൽ എന്നെ 10 ഇരട്ടി മറക്കും, അവോയ്ഡ് ചെയ്യുമെന്നുള്ളത് ഒന്നും ഓർത്തെ. കാലത്തിന്റെ കാവ്യനീതിയാണത്. ഞാൻ ഒട്ടും പറയുന്നില്ല, ഞാൻ അധികപ്പെട്ടാണോ പറഞ്ഞതിൻ്റെ ഒരു മനസ്സിലെ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചില്ല. അധികാരം ഓർത്തില്ല, എന്ത് അധികാരമാണേ? അധികാരത്തിലിരുന്ന് ഉറങ്ങുന്ന സമയമുണ്ടോ? എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ എൻ്റെ അനുഭവമാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ്, എല്ലാവരും വിമർശിക്കാൻ കാണും, ഒക്കെ കാണും. ആ വിമർശനത്തെ എന്നെ കൂടുതൽ ശക്തിയാക്കുകയുള്ളൂ എന്ന് ഒന്നുകൂടി പറയുന്നു. തീർച്ചയായിട്ടും തുടർന്നുള്ള സമയങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസ്ഥാനവുമായിട്ടും അവിടെയുള്ള നല്ല കാര്യങ്ങളെല്ലാം വരുന്നതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഒരു പ്രവർത്തകയായിട്ട് എനിക്ക് അത്രയും മതി. എനിക്കല്ലാതെ ഒന്നും ആവശ്യമില്ല. എല്ലാം പറഞ്ഞുകൊണ്ട്